കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ മുസോടി കടലോരത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. ഒരു പതിറ്റാണ്ട് മുൻപ് തീരത്തുണ്ടായിരുന്ന 20-ലധികം വീടുകളും പള്ളിയും എല്ലാം കടലെടുത്തു പോയിരുന്നു. തുടർന്ന് കടലാക്രമണ സാധ്യതയുള്ള ഭാഗത്ത് സംഭരണ ഭിത്തി വേണമെന്ന ആവശ്യം ഉയർന്നെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാറി വന്ന സർക്കാരുകൾ പദ്ധതി നീട്ടിവെക്കുകയാണ് ചെയ്തത്. കടലെടുത്തുപോയ തീരത്ത് അവശേഷിക്കുന്നത് സജീവമായ ജീവിതത്തിന്റെ അടയാളങ്ങളാണ്. തകർന്നു തരിപ്പണമായ വീടുകൾ കാണാം. പാഞ്ഞു കയറിയ കടൽ തകർത്ത വീട്ടുമുറ്റങ്ങൾ, കോൺക്രീറ്റ് റോഡുകൾ, ഉപേക്ഷിക്കപ്പെട്ട കിണറുകൾ, അങ്ങനെ പുലിമുട്ടുകൾ ചിലയിടത്ത് നിർമ്മിച്ചു തൊഴിച്ചാൽ കടലാക്രമണത്തെ ചെറുക്കാൻ കാര്യമായ പദ്ധതികളൊന്നും വലിയ ചെലവ് വരുമെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ നടപ്പിലാക്കിയില്ല. ഇപ്പോൾ കടൽ കയറിയ 100 മീറ്റർ അകലെയായിരുന്നു മുസോടി കടപ്പുറത്തെ ആദ്യത്തെ പള്ളി ഉണ്ടായിരുന്നത്. പരിസരത്തുണ്ടായിരുന്ന 20 വീടുകളും കടലെടുത്തു. പരാതി ഒരുപാട് സ്ഥലങ്ങളിൽ പരാതി നമ്മൾ കൊടുത്തതാണ്. കാരണം ഹാർബർ ആണ് ഇതിൻ്റെ കാരണം. 10 വർഷമായിട്ട് ഹാർബർ വന്നതിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിക്കുന്നത്. 20ന്റെ മുകളിൽ വീട് പോയി കഴിഞ്ഞ് ചില ആൾക്കാർക്ക് അതിൻ്റെ പൈസ കിട്ടി, ചില ആൾക്കാർക്ക് കിട്ടിയില്ല. അതൊരു ഭാഗം വേറെയാണ്. പക്ഷേ ഇതിനൊക്കെ കാരണം ഹാർബറാണ്. ഇപ്പോൾ തൊട്ടുപിറകിൽ കാണുന്ന പള്ളി ഒരു പ്രാവശ്യം പോയതാണ്, പിന്നെ നാട്ടുകാരെ കൂടി രണ്ടാമത് കെട്ടി. അപ്പോൾ എന്തായാലും ഇതൊരു ബുദ്ധിമുട്ട് തന്നെ. ഇതിനുള്ള ഒരു സേഫ്റ്റിക്കുള്ളൊരു സംവിധാനം ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇത് കയറും തോറും അവസാനം ഇത് കിലോമീറ്റർ കണക്കിന് കയറിക്കൊണ്ട് പോകും. കാരണം ഇത് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ കടൽ നിൽക്കില്ല, കടൽ കയറും തന്നെ. തീരസംരക്ഷണം സംബന്ധിച്ച് തിരിഞ്ഞു നോക്കാത്ത സർക്കാർ കോടികൾ ചെലവഴിച്ച് സമീപത്ത് ഹാർബർ നിർമ്മിച്ചുവെങ്കിലും സമീപത്തെ തീരദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാനുള്ള യാതൊരു പദ്ധതിക്കും മുൻകൈയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പതിറ്റാണ്ടുകളായി തീരത്ത് താമസിച്ച് മീൻ പിടിക്കാൻ പോയിരുന്നവരുടെ വീടുകളായിരുന്നു കടലെടുത്തത്. ഒന്നിനും തികയാത്ത നഷ്ടപരിഹാരം വാങ്ങി പലരും പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു. പകുതി ആൾക്കാർ ഞങ്ങൾ വാടക വീട്ടിലേക്ക് താമസത്തിനയച്ച് 4 മാസത്തോളം അതിൻ്റെ വാടക ഞങ്ങൾ അറേഞ്ചാക്കി ചെയ്തു കൊടുത്തു. ഇപ്പോൾ അവർ വാടക വീട്ടിൽ ബുദ്ധിമുട്ടിക്കൊണ്ടുണ്ട്. ഹാർബർ വന്നതിന് ശേഷം മൊത്തം വെള്ളം ഇങ്ങോട്ട് കയറി ഞങ്ങളെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാന്നുള്ളൊരു രീതിയിൽ ഇവിടെ വല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. തലപ്പാടി മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള കാസർഗോഡ് ജില്ലയിലെ 80 കിലോമീറ്റർ ദൂരം വരുന്ന കടലോരങ്ങളിൽ വലിയ തോതിൽ കടലാക്രമണവും കടലേറ്റവും വ്യാപകമാണ്. കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് പേരിനെങ്കിലും താൽക്കാലിക സുരക്ഷാ ഭിത്തിയുള്ളത്. തൃക്കണ്ണാപുരത്താണ് ഈ മേഖലയിൽ 140 മീറ്റർ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു തുടങ്ങിയിട്ടുള്ളത്. കാലവർഷം കനക്കും മുമ്പ് തന്നെ ശക്തമായ തിരയാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസോടി കടലോരത്ത് ഇത്തവണ കടുത്ത കടലാക്രമണം ഉണ്ടാവുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 10 വർഷം മുമ്പ് 20-ലധികം വീടുകൾ കടലെടുത്ത മുസോടി കടപ്പുറത്താണ് ഞാനുള്ളത്. വർഷങ്ങൾക്ക് ശേഷവും കടൽക്ഷോഭം വർദ്ധിക്കുന്നു. മുസോടിയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ അവർ ആവശ്യപ്പെടുന്നു. മുസോടി കടപ്പുറത്തു നിന്നും ക്യാമറ പേഴ്സൺ ജെറിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.